നമസ്കാരം. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ആക്രമിച്ചതിന് പ്രതികാര നടപടി ഉണ്ടാകില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ അവരുടെ എല്ലാ അമർഷവും തീർത്തു കാണുമെന്നും ഇനി വിദ്വേഷം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് തന്റെ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി. അമേരിക്കയിൽ ഈ പ്രസ്താവന ഞെട്ടലായി മാറുകയാണ്. ഖത്തറിനെ ആക്രമിച്ച ഇറാനെ അമേരിക്ക കടന്നാക്രമിക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. ഇതിനിടയിലാണ് ട്രംപിന്റെ വിട്ടുവീഴ്ച പോസ്റ്റ്. ഖത്തറിലെ ഇറാൻ ആക്രമണം അമേരിക്കയെ ഞെട്ടിച്ചെന്ന സൂചനയുണ്ട്. ഏതായാലും ട്രംപിന്റെ പുതിയ പ്രസ്താവന ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. ഖത്തറിലെ ഇറാൻ ആക്രമണം അമേരിക്കയെ ഭയപ്പെടുത്തിയോ എന്ന ചർച്ച പോലും ട്രംപിന്റെ പുതിയ പ്രതികരണം ഉയർത്തുന്നുണ്ട്. ഏതായാലും ട്രംപ് വീണ്ടും പറയുന്നത് സമാധാനത്തിന്റെ വാക്കുകളാണ്. അതിനിടെ ഇറാനെ സഹായിക്കാനായി നേരിട്ട് ഇറങ്ങില്ലെന്നും ആണവായുധം നൽകില്ലെന്നും വ്യക്തമാക്കി റഷ്യ രംഗത്ത് വന്നിരുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായതിന് പിന്നാലെയാണ് റഷ്യ നിലപാട് വ്യക്തമാക്കിയത്. ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ച റഷ്യ അമേരിക്കയുടെ ആക്രമണം ലക്ഷ്യം കണ്ടില്ലെന്നും അഭിപ്രായപ്പെട്ടു. അമേരിക്കൻ ആക്രമണം ലക്ഷ്യം നേടില്ലെന്നും റഷ്യൻ ഫെഡറേഷൻ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വെദേവ് വിവരിച്ചു. തങ്ങൾ ആണവ നിർവ്യാപന കരാറിന്റെ ഭാഗമാണെന്നും മെഡ്വെദേവ് വിശദീകരിച്ചു. നേരത്തെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രത്യേക കത്തുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഗ്ചി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെയായിരുന്നു റഷ്യയുടെ കൂടുതൽ സഹായം തേടിയുള്ള നിർണായക സന്ദർശനം. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അറാഗ്ചി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഇറാനെ സഹായിക്കാനായി റഷ്യ നേരിട്ടിറങ്ങില്ലെന്ന സന്ദേശമാണ് ലഭിച്ചത്. ഇത് ലോക സമാധാനത്തിന് കരുത്ത് പകരുന്നതായി മാറുകയും ചെയ്തു. ഇതിന് പിന്നാലെ അമേരിക്കയും യുദ്ധത്തിനില്ലെന്ന സന്ദേശം നൽകുന്നു. ഇറാനുമായി ഇനി യുദ്ധത്തിനില്ലെന്നാണ് ട്രംപ് പറയുന്നത്. ഒരുപക്ഷെ ഇറാൻ മേഖലയിൽ സമാധാനം ഐക്യവും കൊണ്ടുവരാൻ കഴിയും. ഇസ്രായേലിനെയും അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനെതിരായി നടത്തിയ തിരിച്ചടി വളരെ ദുർബലമായി പോയെന്ന് ട്രംപ് പരിഹസിച്ചു. ഇറാൻ 14 മിസൈലുകളാണ് ഖത്തറിലെ US സൈനിക താവളത്തിലേക്ക് അയച്ചത്. ഇതിൽ 13 എണ്ണവും വെടിവെച്ചിട്ടെന്നും ഭീഷണിയാകില്ലെന്ന് കണ്ട ഒരു മിസൈലിനെ മാത്രം വെടിവെച്ചിട്ടെന്നും ട്രംപ് വിശദീകരിച്ചു. മാത്രമല്ല, മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയതിന് ഇറാന് നന്ദി പറയാനും ട്രംപ് മറന്നില്ല. ഇറാൻ ആക്രമണ വിവരം മുൻകൂട്ടി അറിയിച്ചതിനെ തുടർന്ന് ആളുകളുടെ ജീവൻ ആപത്തുണ്ടാകുന്നത് ഒഴിവാക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ തീർത്തും അവിശ്വസനീയമായ പ്രതികരണമാണ് ട്രംപിൻ്റേത്. ഖത്തറിലെ അമേരിക്കൻ സൈനിക ക്യാമ്പിൽ ആരും ഉണ്ടായിരുന്നില്ലെന്നും സൂചനകളുണ്ട്. സംഘർഷം ലഘൂകരിക്കാൻ ഇറാൻ ആക്രമണത്തിന് അമേരിക്ക അവസരമൊരുക്കിയോ എന്ന സംശയം ഉയരുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ US ഏറ്റവും വലിയ സൈനിക താവളമാണ് ഖത്തറിലെ ഉൽ അദൈദ് വ്യോമതാവളം. 100 വിമാനങ്ങൾ ഒരേ സമയം നിർത്തിയിടാൻ സാധിക്കുന്ന തരത്തിൽ 60 ഏക്കറിലായി പരന്നു കിടക്കുന്ന ഈ വ്യോമതാവളത്തിൽ 10,000 US സൈനികരുമുണ്ട്. ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള സൈനിക നീക്കങ്ങൾ ഇവിടം കേന്ദ്രമാക്കിയാണ് US നടത്തിയിരുന്നത്. 1996-ലാണ് ഈ വ്യോമതാവളം US സ്ഥാപിക്കുന്നത്. ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് 19 സൈനിക താവളങ്ങളുണ്ട്. ഇതെല്ലാം ഇറാൻ ലക്ഷ്യമിടും എന്ന സൂചനകളും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇറാനെ വെറുതെ വിടുന്നുവെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നത്. ട്രംപ് പറയുന്നതിലെല്ലാം ഏറെ അസ്വാഭാവികതകളുണ്ട്. നേരത്തെ 2 ആഴ്ച കഴിഞ്ഞ് ഇറാനെ ആക്രമിക്കുന്നതിൽ തീരുമാനമെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പിന്നാലെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കില്ലെന്ന ട്രംപിന്റെ പുതിയ പ്രസ്താവനയും കൗതുകമായി മാറുകയാണ്. അതിനിടെ ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയായെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോട് ഇറാൻ പ്രതികരിച്ചിരുന്നു. വെടിനിർത്തൽ ധാരണ ഇതുവരെ ഇല്ലെന്നും ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ തിരിച്ചടിക്കില്ലെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പ്രതികരിച്ചു. യുദ്ധം തുടങ്ങിയത് ഇസ്രായേലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം പിന്നീട് എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായെന്നും 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നുമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. വെടിനിർത്തൽ ധാരണയിലെത്തിയ ഇരു രാജ്യങ്ങളെയും അഭിനന്ദിക്കുന്നുവെന്നും ട്രംപ് പ്രതികരിച്ചിരുന്നു.